നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയ തലത്തിൽ കായിക പ്രതിഭകളെ വാർത്തെടുക്കാൻ തുടക്കം കുറിച്ച് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സെറ്റ് ഗെറ്റ് തൃശൂർ ക്യാമ്പയിനിലൂടെ നീറ്റ ജലാറ്റിൻ കമ്പനി CSR ഫണ്ടിൽ നിന്നും അനുവദിച്ച 1.25 ലക്ഷം രൂപയുടെ സ്പോർട്സ് കിറ്റ് വിതരണം നടന്നു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പഴയ കൊച്ചിൻ പാലം പൊളിച്ചു നീക്കാൻ തീരുമാനം. PWD പാലം വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘത്തിന്റെ റിപ്പോർട്ട് അടുത്ത ദിവസം സർക്കാരിന് കൈമാറും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ വ്യവസായ ഓഫീസും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭയുടെ നിലവിലെ ഭരണസമിതിയുടെ ബജറ്റ് വെള്ളിയാഴ്ച വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അവതരിപ്പിക്കും. നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് അവതരിപ്പിക്കുക എന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ പ്രതിഷേധം ശക്തം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COAയുടെ നേതൃത്വത്തിൽ തൃശൂർ വൈദ്യുതി ഭവന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു.